ഒരു വിത്ത്, ആ വിത്ത് മണ്ണിനടിയിൽ പെട്ടുപോയി. ആ വിത്ത് വളരെ വേദനാജനകമായി കരയുകയാണ്. എന്റെ മുകളിൽ ഞാൻ ഈ മണ്ണിനടിയിൽ പെട്ടുപോയല്ലോ. അതെ, എന്റെ മുകളിൽ ആകാശമുണ്ട്, സൂര്യപ്രകാശമുണ്ട്, വായുവുണ്ട്. പക്ഷെ എനിക്ക് ഈ മണ്ണിനടിയിൽ ജീവശ്വാസം കിട്ടുന്നില്ലല്ലോ. ഞാൻ അമർന്നാണല്ലോ ജീവിക്കുന്നത്. ആ വിത്ത് വിഷമിക്കുക. അവൻ മണ്ണിനടിയിൽ പോയപ്പോ അതേപോലെ ഉള്ള വലിയ ഒരു പ്രതിസന്ധി അവന്റെ ജീവിതത്തിൽ ഉണ്ട്. മനസ്സിലാവുന്നു? പക്ഷേ വിത്തിന്റെ വേദന വിത്തിന് മാത്രമേ മനസ്സിലാകൂ. അതെ, ശരിയാണ്. മനസ്സിലാവുന്നു? യെസ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ വിത്ത് കിളിർത്തു, അത് തൈയായി മാറുന്നു. അപ്പൊ ഈ വിത്ത് പറയുകയാണ്, ഞാൻ ഇത്ര വലിയ ഒരു വേദന അനുഭവിക്കേണ്ടി വന്നപ്പോൾ ഞാൻ പിന്നെ മാറിയത് എങ്ങനെയാണ്? വലിയ രീതിയിലുള്ള പ്രതീക്ഷയുടെ ഒരു നാമ്പ് എനിക്ക് വന്നു. ഒരു ഹോപ്പ്. ഞാൻ നശിച്ചു പോകണ്ട, ഞാൻ ആരായി മാറുകയാണ്? മനസ്സിലാവുന്നു? അതുപോലെയാണ് മനുഷ്യന്റെ ജീവിതത്തിലും. പ്രതീക്ഷ, പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. ആ സമയത്ത് അവരാരായിരിക്കും? അവർ ഒറ്റപ്പെട്ടായിരിക്കും. എങ്ങനെ? ഒറ്റപ്പെട്ടവരാണ്. മനസ്സിലാവുന്നു? അപ്പൊ വിഷമങ്ങൾ വരുമ്പോ, വേദനകൾ വരുമ്പോ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. പല സാഹചര്യങ്ങളും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. ആ സമയത്ത് നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ വേദനിക്കപ്പെടരുത്. കാരണം എന്താ? നിങ്ങൾ വലിയ ഒരു വിജയത്തിന്റെ മുതൽക്കൂട്ട്, നിങ്ങൾ വലിയ ഒരു വിജയത്തെ ആസ്വദിക്കണം ചെയ്യുകയാണ് നിശബ്ദതയോടെ. മനസ്സിലാവുന്നോ? ആ വിത്ത് നശിച്ചതല്ല, ആ വിത്ത് കിളിർത്തതാണ്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ എന്താണ്? ചില ഏകാന്തതകൾ, ചില പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. ചിലപ്പോ പപ്പയും അമ്മയും പറയും, അമ്മയും ഞാനും പറയും, മോളെ ഇരുന്ന് പഠിക്ക്. അപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോ, എന്റെ പപ്പ ഇങ്ങനൊക്കെ പറഞ്ഞില്ലേ എന്ന് പറയരുത്. കാരണം എന്താ? നിങ്ങളെ ഞങ്ങൾ ഹൃദയത്തിൽ ഇതുപോലെ ഞങ്ങൾ ആരെയും സ്നേഹിക്കുന്നില്ലല്ലോ. പക്ഷേ നിങ്ങൾ മിടുക്കരാകുമ്പോ, മനസ്സിലാവുന്നു? നിങ്ങളിപ്പം കേരളത്തിൽ നല്ല പ്രാസംഗികരായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളെ വിൽക്കുന്നു. മനസ്സിലാവുന്നു? പപ്പയൊക്കെ വളരെ ഹാപ്പിയാ. മനസ്സിലാവുന്നു? അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങൾ അന്നേരം അത് ഒരു പ്രസംഗം പഠിക്കാൻ വേണ്ടി നിങ്ങൾ അതിന്റെ കണ്ടന്റ് എഴുതി അതിരുന്ന് വായിക്കുന്നു, പോയിന്റ്സുകൾ നിങ്ങളുടേതായ രീതിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഞങ്ങൾക്കറിയാം നിങ്ങൾ വിഷമിക്കുന്നുണ്ട്, നിങ്ങളുടെ സന്തോഷങ്ങൾ ചിലപ്പോൾ പോകുന്നുണ്ട് പഠിക്കുമ്പോഴൊക്കെ. പക്ഷെ അതൊക്കെ എന്തിനു വേണ്ടിയാ? ഇതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരമായി, പക്ഷികൾക്ക് കൂടുവെക്കാൻ പറ്റുന്ന, മനുഷ്യർക്ക് തണലേകാൻ സാധിക്കുന്ന, മനുഷ്യർക്ക് ഫുഡ് കൊടുക്കുന്ന, തണലേകാൻ കൊടുക്കുന്ന വൃക്ഷങ്ങളാകാൻ വേണ്ടിയാണ് നിങ്ങൾ ആ മാറ്റത്തിന് തയ്യാറാകുന്നത്. ചായ. മനസ്സിലായോ? അപ്പൊ ഇതൊരു കൊച്ചു കേസാണോ? അല്ല, നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അപ്പൊ നമ്മൾ നേരിടുന്ന ഓരോ സമ്മർദ്ദങ്ങൾ നമ്മളെ തകർക്കാനല്ല. നമ്മൾ നേരിടുന്ന ഓരോ സമ്മർദ്ദങ്ങളും നമ്മളെ തകർക്കാനല്ല, നമ്മളെ രൂപാന്തരപ്പെടുത്താനാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തു ഭയങ്കരമായ പ്രതിസന്ധിയിൽ തന്റെ ശിഷ്യന്മാർ അവനെ ചുംബിച്ചുറ്റുകൊടുത്തു. ചിലർ അവനെ ഇട്ടിട്ട് ഓടിപ്പോയി. അവനെ പ്രതിസന്ധിയിലാക്കി. ആ പ്രതിസന്ധിയെ അവൻ ഏറ്റെടുത്തു. ആരേറ്റെടുത്തു? യേശു ഏറ്റെടുത്തു. ആ പ്രതിസന്ധി എന്തായിരുന്നു? ക്രൂശീകരണം. പക്ഷെ ആലോചിച്ച് നോക്കണം, വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ഭാഗം എന്താണ്? ആ ക്രൂശീകരണമാണ്. ആ ക്രൂശീകരണം ഇല്ലായിരുന്നെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമായിരുന്നു? ഇല്ല. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ക്രൂശീകരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികളും അത് ഉയർത്തെഴുന്നേൽപ്പിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്താനാണ്. ഐഡിയ കിട്ടിയോ? പലപ്പോഴും നമ്മൾ
എന്ത് ചെയ്യും? തോറ്റു. പലപ്പോഴും നമ്മൾ തോറ്റു തോറ്റു എന്ന് കരുതുന്ന നിമിഷങ്ങളുണ്ട്. എന്തോ പലപ്പോഴും നമ്മൾ തോറ്റു എന്ന് കരുതുന്നു. നമ്മൾ തോറ്റു എന്ന് കരുതുന്ന നിമിഷങ്ങളുണ്ട്. മനസ്സിലാവുന്നോ? പക്ഷെ ആ തോൽവിയാണ് നിങ്ങളുടെ വിജയത്തിന്റെ ആദ്യ പടി. ഇന്നലെ പപ്പ പറഞ്ഞ ടോപ്പിക് എന്തായിരുന്നു? ഇന്നലെ പറഞ്ഞ എന്താ? നിങ്ങളോട് ഇന്നലെ എന്താ പറഞ്ഞു? തുടങ്ങുക. സ്റ്റാർട്ട് ചെയ്യുക. എന്തോ? തുടങ്ങുക. അതാണ് ഏറ്റവും വലിയ വിജയത്തിന്റെ ആദ്യത്തെ പടി. അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത്. അതെന്താ? അതാണ് നമുക്ക് സ്ട്രഗിൾ വരുന്ന അവിടെ. അത് ആലോചിച്ചോണം. നമ്മൾ എന്ത് ചെയ്തോണം? തുടങ്ങി വെക്കുക. തുടങ്ങുന്നവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? തുടങ്ങാതിരിക്കുന്നതാണ് പരാജയം. അതെ. തുടങ്ങിയാലല്ലേ നിങ്ങൾക്ക് തോക്കൂ ജയിക്കൂ എന്ന് അറിയാൻ പറ്റും. അല്ലാതെ പരീക്ഷ എഴുതാതെ പോയിട്ട് പരീക്ഷ എനിക്ക് ചാൻസ് വെരി ഗുഡ് എക്സാമ്പിൾ. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പലപ്പോഴും നമ്മൾ തോറ്റു എന്ന് കരുതുന്ന നിമിഷമാണ് നിങ്ങളുടെ വളർച്ചയുടെ ആദ്യത്തെ പടി. പഠിച്ചോ? സംശയമുണ്ടോ അതിനകത്ത്? ഇല്ല. അടുത്ത നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ തളർന്നുപോയി എന്ന് തോന്നുന്ന നിമിഷമുണ്ട്. എന്റെ ജീവിതം ഇനി ഇല്ല, ഞാൻ ഇവിടെ തീർന്നു എന്ന് ചിന്തിക്കുന്ന നിമിഷമുണ്ടോ? ഉണ്ട്. അതാണ് ആദ്യ പടി. അടുത്തെന്ത് പറഞ്ഞു? അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ തളർന്നു പോകുന്നു എന്ന് തോന്നുന്ന സമയം, നിങ്ങൾ നശിച്ചു പോയി എന്ന ആ വിത്ത് മണ്ണിനടിയിൽ കിടന്ന് നശിച്ചു, ഇനി ഒരു ജീവിതമില്ല എന്ന് തോന്നിയപ്പോൾ അവിടെ നിന്നാണ് അത് കയറി വന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒന്നും നിങ്ങൾക്ക് എന്തല്ല ഒരു തളർച്ചയല്ല, പ്രശ്നമല്ല, പ്രതിസന്ധി. പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ വീട്ടിനകത്ത് കയറി ഡാൻസ് കളിക്കണം. എന്താ കാര്യം? പ്രതിസന്ധി വരുമ്പോ ഡാൻസ് കളിക്കണം. എന്തിനാ? അനദർ ഓപ്പർച്യൂണിറ്റി. എനിക്ക് അടുത്ത സാധ്യത വന്നിരിക്കുന്നു. ഞാൻ നന്നാവാൻ, ഞാൻ മിടുക്കനാവാൻ, ഞാൻ കറക്റ്റ് ആവാൻ. മനസ്സിലാവുന്നു? എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾ എന്ത് ചെയ്യും? ആ കഴുകനെ പോലെയാക്കും. കഴുകൻ എന്താ പരിപാടി? കഴുകൻ 10-30 വർഷങ്ങൾ കഴിയുമ്പോ അവൻ എന്ത് ചെയ്യും? തന്റെ തൂകലുകൾ അവൻ സ്വയം കൊത്തിപ്പറിച്ച് കളഞ്ഞ് അവൻ ആരായി മാറും? പുതിയ. അപ്പൊ പ്രതിസന്ധികൾ പ്രശ്നമാണോ? അല്ല. ഇറ്റ്സ് എ റീബർത്ത്. വെരി ഗുഡ് വെരി ഗുഡ്. ഇറ്റ്സ് എ സ്പിരിച്വൽ റിവൈവൽ. നമ്മൾക്ക് കാണാത്ത തരത്തിൽ നമ്മുടെ ഉള്ളിൽ, നമ്മൾ പോലും കാണുന്നില്ല, നമ്മുടെ ഉള്ളിൽ നിശബ്ദമായ വളർച്ചയുണ്ട്. നമ്മുടെ ഉള്ളിൽ നിശബ്ദമായ വളർച്ച. അതിനാണ് നീ അറിഞ്ഞിട്ടില്ല. നീ പോലും അറിയാതെ നിന്റെ ഉള്ളിൽ ഒരു വളർച്ചയുണ്ട്. മനസ്സിലായോ? അത് അറിയണമെന്നുണ്ടെങ്കിൽ നീ അറിഞ്ഞിട്ടില്ല. നീ അതിലേക്ക് എന്ന് നോക്കുന്നോ അന്ന് ഇതെല്ലാം കൂടെ ചാടി പുറത്തു ചെയ്യും. മനസ്സിലാവുന്നോ? മനസ്സിലായോ? മോൻ ഈ പഠിച്ചത് മൊത്തം തലച്ചോറിൽ എവിടൊക്കെയോ ഉണ്ട്. ഇത് മോൻ അറിയുന്നില്ല. പക്ഷെ ഒരു ദിവസം ചെയ്ത് നോക്കുമ്പോ മനസ്സിലാവുന്നു? ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോ ആ പഴയതെല്ലാം ഓർമ്മ വരും. അതാണ് 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്, 4-ാം ക്ലാസ്, 5-ാം ക്ലാസ്, 6-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 8-ാം ക്ലാസ് വരെ പഠിച്ചതെല്ലാം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ചിലതെല്ലാം കേറി വരും. മനസ്സിലാവുന്നോ? അപ്പൊ ഓരോ കാര്യങ്ങളും ഒന്നല്ല, നഷ്ടങ്ങളല്ല, നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നിശബ്ദമായ വളർച്ചകളുണ്ട്. മറക്കരുത്. മനസ്സിലാവുന്നോ? പോയിന്റ്സ് കിട്ടുന്നു? കിട്ടുന്നു. അപ്പോ പപ്പ പറഞ്ഞു വന്നാ മനസ്സിലായോ? അപ്പൊ 10-ാം ക്ലാസ്സിൽ കയറുക കുഞ്ഞ്. അപ്പൊ അതുകൊണ്ടാ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ളത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് നിശബ്ദതയിൽ നിന്നാണ്. പഠിച്ചോ മോനെ? മോനിൽ എന്ത് കഴിവുണ്ടെന്ന് പോലും, അല്ലെ കുഞ്ഞിൽ എന്ത് കഴിവുണ്ടെന്ന് പോലും അറിയണമെങ്കിൽ നിങ്ങൾ ഇച്ചിരി നേരം സൈലന്റ് ആയിട്ടിരിക്കും. നിങ്ങൾ ബഹളങ്ങളിൽ നിന്നാൽ ഒക്കില്ല. അതുകൊണ്ടാ പപ്പ പറയുന്നേ, അല്പനേരം മാറിയിരുന്ന് പഠിക്കൂ. മനസ്സിലാവുന്നോ? നിങ്ങൾ എന്താ പറ്റി?
ദാറ്റ് ഈസ് ദ തിങ്. ആ നിശബ്ദത വേണ്ട 3 കാര്യങ്ങൾ. എന്റെ കുഞ്ഞെ പിന്നെ അല്ല മൊത്തത്തിൽ അങ്ങ് നിശബ്ദരായി പോവല്ലേ. അല്ല അങ്ങനല്ല, 3 കാര്യങ്ങളെ 3 സ്റ്റേജ് നമ്മളെപ്പോ നിശബ്ദത വേണമെന്ന് ഞാൻ പഠിച്ചിരുന്നു. ഏതൊക്കെയാ? നമ്മള് എന്താ നമ്മുടെ ഒരു കാര്യങ്ങളാരും നമ്മളെ വാല്യൂ ചെയ്യാതിരിക്കുന്ന സമയത്ത്, പിന്നെന്താ ഇതേപോലെ ഓരോ എന്താ പറയത്തില്ലേ, നമ്മള് സ്വന്തമായിട്ട് മാറിയുന്ന ഓരോ കാര്യങ്ങൾ. ഓക്കെ, മനസ്സിലായി. അപ്പൊ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിശബ്ദതയിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞത് ഏതിന്റെ ഉദാഹരണം? ആ മണ്ണിനകത്ത് ആ വിത്ത് കടന്ന് വളരുന്നത് പോലെ. മനസ്സിലായോ? ആരും കാണാത്തപ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ പോരാട്ടങ്ങൾ ഉണ്ടാവും. യവൻ ഇങ്ങനായി എന്നൊക്കെ ചിലർ ചോദിക്കും. പക്ഷെ നമ്മൾ നമ്മളെ ഈ മണ്ണിനടിയിൽ കിടക്കുന്നത് പോലെ ഇട്ട് ഉരുകി ഉരുകി നമ്മൾ വരിക. മനസ്സിലാവുന്നോ? അതായത് വലിയ വിജയമൊന്നും എങ്ങനല്ല, ശബ്ദമില്ലാതെയാണ് വരുന്നത്. മനസ്സിലാവുന്നോ? ശബ്ദമില്ലാതെ പൊട്ടുന്നത് പോലെ. ആ സാധനം പുറലോകം അറിഞ്ഞില്ല, അത് കിളിച്ചു വന്നപ്പോ അറിഞ്ഞു. മനസ്സിലാവുന്നോ? വലിയ മാറ്റങ്ങളെല്ലാം ഈ നിശബ്ദതയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പഠിച്ചോ? ഇതുപോലെയുള്ള നിശബ്ദതയിൽ നിന്നാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നോ? നിന്നെ ലോകം ഇപ്പോൾ എങ്ങനെ കാണുന്നു എന്ന് ഓർത്ത് നീ വിഷമിക്കണ്ട. എന്തോ നിന്നെ ലോകം എപ്പോ എങ്ങനെ കാണുന്നെന്ന് ഓർത്ത് നീ വിഷമിക്കണ്ട. ഒന്നുകൂടെ നിന്നെ ലോകം ഇപ്പൊ കാണുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് നീ വിഷമിക്കണ്ട. ആ വിത്തിനോട് നമ്മൾ പറയുക, വിത്തെ നിന്നെ ലോകം ഇപ്പോൾ എങ്ങനെ കാണുന്നു, മണ്ണിനകത്ത് കിടക്കുന്ന ആ വിത്തായിട്ട് കാണുന്നു, ശ്വാസം മുട്ടുന്ന നിന്നെ കാണുന്നു. നീ അതിനെ ഓർത്ത് വിഷമിക്കണ്ട. കാരണം നിന്റെ വേരുകൾ ഭൂമിക്കടിയിലേക്ക് ആഴ്ന്ന് വളരുകയാണ്. എന്താ? നിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്ന്. നമസ്കാരം. ആരാ കമ്മ്യൂണിസ്റ്റുകാരി? ഏത്? ആ എന്റെ പെണ്ണുമ്പളെ. അതോ അല്ല കുഞ്ഞോ? എന്റെ ദൈവം, എന്റെ ദൈവം, ഈ ചോമ്പ് കണ്ടോണ്ടാണോ പപ്പയുടെ മുത്താനേ? എന്താ? യെസ് യെസ്. അപ്പൊ എന്തായിരുന്നു പപ്പ പറഞ്ഞേ? നമ്മളുടെ വേരുകൾ ഉറച്ചു വരികയാണ്. അപ്പോൾ നിങ്ങൾ അതിനെ ഓർത്ത് വിഷമിക്കണം. മറ്റുള്ളവർ എന്ത് പറഞ്ഞു, മറ്റുള്ളവർ എന്ത് നിങ്ങളെ കാണുന്നു എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമല്ല. നിങ്ങൾ അനുഭവിക്കുന്ന വേദനയും നിങ്ങളുടെ പ്രശ്നമല്ല. ആ നിശബ്ദതയിൽ നിങ്ങളുടെ വേരുകൾ ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. അതുപോലെ നിങ്ങളുടെ വിദ്യാഭ്യാസം അങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. മനസ്സിലാവുന്നു? അപ്പൊ ലോകം നിന്നെ ഇപ്പോൾ കാണുന്നില്ല എന്നോർത്ത് വിഷമിക്കണ്ട. നിന്റെ വേരുകൾ ശക്തമാകുന്ന സമയമാണിത്. മനസ്സിലായോ? ഇപ്പോൾ നീ കടന്നു പോകുന്ന ഈ ഘട്ടമുണ്ടല്ലോ, ഈ പ്രതിസന്ധി, അതിനെ ഓർത്ത് വിഷമിക്കണ്ട. എന്തോ നമ്മളിപ്പോ കടന്നു പോകുന്ന കാരണം എന്തായിരിക്കും? കാരണം അതിന്റെ ആ വിഷമഘട്ടത്തിന്റെ പ്രത്യേകത എന്തോന്നറിയാം? ആ വിഷമഘട്ടം നിന്നെ ശക്തിയാക്കും. മനസ്സിലാവുന്നു? നിങ്ങളുടെ പറഞ്ഞ പ്രശ്നം ഞാൻ ഇവിടെ തീർക്കുകയാണ്. എന്താണ്? ഞാൻ വീഡിയോ വലുതാക്കുന്നില്ല, തീർക്കാൻ പോവുകയാണ്.